ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ പാർട്ട് കാണാത്തവർ കാണുക, അതിന് ശേഷം മാത്രം ഈ ഭാഗം കാണുക. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ നമ്മൾ സിലബസിൽ എവിടെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്? രാഷ്ട്രീയ ചരിത്രമാണ്. അതിൽ ഇന്ത്യൻ ചരിത്രം, ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മൾ ചെയ്തില്ല. പിന്നെ INC, അതുപോലെ സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ഇതിൽ നോക്കുന്നത്. പിന്നെ വർത്തമാന പത്രങ്ങൾ, അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് എന്താക്കുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിർത്തിയത് തന്നെ തുടങ്ങാം. അതൊക്കെ റിവിഷൻ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത സെഷനിൽ തരും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, വെറുതെ കുറെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ചെയ്യിക്കുകയല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ ഈ ഭാഗത്ത് അടങ്ങിയ തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അടുത്ത് നോക്കാനുള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കേട്ടോ. ഓക്കെ, ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 1931 മാർച്ച് 23 അദ്ദേഹത്തെ തൂക്കിലേറ്റി. അത് കഴിഞ്ഞ വീഡിയോയിലുണ്ട്, ജസ്റ്റ് നോക്കാം. പിന്നെ പ്രീതിലത വധേദാർ, കൽപ്പന ദത്ത്, ബീനദാസ് എന്നിവർ എന്താണ്, സ്ത്രീ സാന്നിധ്യം. ചിറ്റാഗോ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലേ, അതില് ആയുധപ്പുര കൊള്ളയടിച്ചതില് ഇവരെന്താണ് ഈ പ്രസ്ഥാനത്തിനോട് കൂറ് പുലർത്തിയ സ്ത്രീ സാന്നിധ്യമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. SCRT, പുതിയ SCRTയിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇപ്പൊ നമ്മൾ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ 1917 റഷ്യൻ വിപ്ലവം, അതാണ് ഇതിനെ സ്വാധീനിച്ചത്. ഓക്കെ, അപ്പൊ ഇത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാല്, ഇത് ഏത് വർഷമാണ് നിലയിൽ വന്നത്? അതാണ് ഫസ്റ്റ് പോയിന്റ്. 1934 1934 എന്ത് ഇത് നിലവിൽ വരുന്നത്. ഓക്കെ, 1934. ശരി, എവിടെയാണ്? പട്നയിൽ. പട്ന, കൂടുതൽ പോയിന്റ് ഒന്നും പഠിക്കണ്ട. 1934 പട്ന, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. പിന്നെ ഇതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആചാര്യ നരേന്ദ്രദേവ് കേട്ടോ. ആചാര്യ നരേന്ദ്ര ദേവ്. ഓക്കെ, ദേവ്. ഇതിന്റെ സെക്രട്ടറി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സെക്രട്ടറി ആരായിരുന്നു? ജയപ്രകാശ് നാരായണൻ. അദ്ദേഹമായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. ആദ്യത്തെ പ്രസിഡന്റ്, ഫൗണ്ടർ ആചാര്യ നരേന്ദ്രദേവ്. സെക്രട്ടറി ആരായിരുന്നു? JP, ജയപ്രകാശ് നാരായണൻ മേനോൻ. ഓക്കെ, ജയപ്രകാശ് നാരായണൻ. ഓക്കെ, റെഡി. ഇനി അടുത്തത് ഇതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അടുത്തത് കമലാദേവി ചത്തോപാധ്യായ. ഓക്കെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSPയുടെ രൂപീകരണം മുതൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇവരെന്താണ് കൂടുതൽ പങ്കാളിയായിരുന്നു. ഓക്കെ, CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ രണ്ട് പോയിന്റുകൾ ഓർത്താൽ മതി. എന്താണ് ആ പോയിന്റ്? ഞാൻ കൂടുതൽ വായിച്ചിട്ട് വെറുതെ ടൈം കളയുന്നില്ല. ഓരോ ഇതുണ്ട്, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, കമലാദേവി ചത്തോപാധ്യായ. ഓക്കെ, അവരാണെന്ത് CSPയുടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. ഇതാണ് അവിടെ പഠിക്കേണ്ട പോയിന്റ്. ഒരു അധ്യക്ഷയായിരുന്നു. ഈ പോയിന്റ് മറക്കരുത്. ഓക്കെ, റെഡി. അടുത്ത, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താക്കുക നോക്കുക. അടുത്ത കർഷക മുന്നേറ്റങ്ങളാണ്. അത് നമ്മൾ അടുത്ത നമുക്ക് നോക്കാനുള്ളത് കർഷക മുന്നേറ്റങ്ങൾ. 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിപ്പിച്ച് തുടങ്ങി. അക്കാലത്ത് UPയിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. UPയിൽ അവധ് മേഖലയിൽ എന്തായി? ഒരു മുന്നേറ്റം, ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു മുന്നേറ്റം ഉണ്ടായി. ഐക്യപ്രസ്ഥാനം എവിടെയാണ്? UPയിൽ. ഓക്കെ, 1936, ഇതാണ് ഇവിടുത്തെ പോയിന്റ്. 1936 എന്തുണ്ടായി? 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങൾക്ക് എന്തായി? ചരിത്രത്തിലെ നായികയിലായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടുത്തെ പോയിന്റ്. 1936 എന്താണ്? കിസാൻ സഭ, അഖിലേന്ത്യാ കിസാൻ സഭ. അഖിലേന്ത്യാ കിസാൻ സഭ 1936. 1936 അഖിലേന്ത്യാ
കിസാൻ സഭ. ഓക്കെ, 1936 അഖിലേന്ത്യാ കിസാൻ സഭ. റെഡി റെഡി. പിന്നെ 1940-കളിൽ നടന്ന കർഷക സമരങ്ങൾ ഓക്കെ അതൊന്നും വേണ്ട. പിന്നെ പ്രധാനപ്പെട്ടതാണെന്ത്? തെബക. തെബക സമരം അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 1946 47 കാലഘട്ടത്തിലാണ് തെബക സമരം നടന്നത്. ഈ കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 46 47 കാലഘട്ടത്തിലാണ് തെബക. ഓക്കെ, ഭൂപ്രഭുക്കളായ ജോത്തേദാർക്ക് എതിരായിരുന്നു കർഷക സമരം. ജോത്തേദാർമാർ, ഓക്കെ, അവർക്കെതിരായിരുന്നു. വിളവ് രണ്ടാഴ്ച വായിച്ച് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതാണ് തെബക. തെബക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ, രണ്ടായി ഡിവൈഡ് ചെയ്യാം. രണ്ടല്ല, ഇതാ. അതായത് വിളവിനെ മൂന്നായി ഭാഗിക്കണമെന്നും രണ്ട് ഭാഗം തങ്ങൾക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ, അതായത് വിളവിനെ മൂന്നായി ഭാഗിക്കുക, അതില് രണ്ട് ഭാഗം അവർക്ക് നൽകുക. ഓക്കെ, അതുകൊണ്ടാണ് തെബക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് ആണിത് തെബക സമരം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് വർഷമാണ്? 1946 47. 2/3 ഷെയർ, മൂന്നിൽ രണ്ട് ഭാഗം, അതാണ് തെബക. മൂന്നിൽ വി വാണ്ട് 2/3 ഷെയർ, മൂന്നിൽ രണ്ട് ഭാഗം. അതാണ് രണ്ട് ഭാഗം അവർക്ക് കൊടുക്കുക, ഒരു ഭാഗം മാത്രം കർഷകർക്ക് എന്നുള്ള നിലക്ക്. മനസ്സിലായോ? ഇത് ഈ ഡേറ്റ് കാലയളവ് ഇമ്പോർട്ടന്റ് ആണ്. 1936-ലാണ് അഖിലേന്ത്യാ കിസാൻ സഭ. 1900 ആ അതാണ് ഇവിടുത്തെ പോയിന്റ് കേട്ടോ, അഖിലേന്ത്യാ കിസാൻ സഭ. ഇനി നാവിക കലാപം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പി എസ് സി ചോദിച്ചതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി. 1946 ഫെബ്രുവരി, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ്. ഓക്കെ, ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി. ഓക്കെ, 1946 ഫെബ്രുവരി 18-ന് മുംബൈയിലെ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം റോയൽ ഇന്ത്യൻ നേവി, ഓക്കെ, റോയൽ ഇന്ത്യൻ നേവി, അതാണ് ഇന്ത്യയിലെ റോയൽ ഇന്ത്യൻ നേവി. ഓക്കെ, റോയൽ ഇന്ത്യൻ നേവി കലാപം എന്നറിയപ്പെടുന്നു. ഓക്കെ, വർഷം ഏതാണ്? ഫെബ്രുവരി 18. ഫെബ്രുവരി 18 ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 1946 ഫെബ്രുവരി 18-ൽ നടന്നതാണ് നാവിക കലാപം. തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ചതാണ് കലാപം. ഓക്കെ, ആ തൽവാർ ഓർക്കുക. ഒരു കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അയച്ചു മാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് ഇവരുടെ പതാകകൾ ഉയർത്തി. ഓക്കെ, അങ്ങനെ എന്തായി ഒരു കലാപമായിട്ട് മാറി. എനിവേ, ഈ ഡേറ്റ് എന്താക്കുക, ഓർത്ത് വെക്കുക. പിന്നെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഓക്കെ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അത് ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയാണ്. അത് AITUC. ഓക്കെ, AITUC നടന്നത് ഏത് വർഷമാണ് അത് നിലവിൽ വന്നത്? ഏത് വർഷമാണ്? ജസ്റ്റ് ഇവിടെ ഇതാ, 1920. ഇത് ചോദിച്ചതാണ് പി എസ് സി കേട്ടോ. 1920-ലാണ് നിലവിൽ വന്നത്. 1920 വന്നു. ഏതാ ഡേറ്റ്? ഒക്ടോബർ 31-ലാണ് നിലവിൽ വന്നത്. 1920 ഫസ്റ്റ് ജനറൽ സെക്രട്ടറി NM ജോഷി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പി എസ് സി ചോദിച്ചതാണ്. പണ്ടൊക്കെ ചോദിക്കലുണ്ട്, ഇപ്പൊ അങ്ങനെ കാണുന്നത്. NM ജോഷി 1920. ക്ലിയർ? എന്റെ പ്രസിഡന്റ് ആയിരുന്നു ലാല ലജ്പത് റായ്. അത് ഓർത്തു വെക്കുക. ഇനി അടുത്തത് ഇതാണ് വീണ്ടും പറയുന്നത്. 1946 റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിലാണ് അവസാനിച്ചത്. അപ്പൊ AITUC അത് തൊഴിലാളികളുടെ ഒരു ഇതായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. 1920-ലാണ് വന്നത്. ജോഷിയായിരുന്നു അതിന്റെ എന്ത് സെക്രട്ടറി. ഓക്കെ, പ്രസിഡന്റ് ലാല ലജ്പത് റായ്. റെഡി? അടുത്ത ഇതാണ് ക്വിറ്റ് ഇന്ത്യ, ഡു ഓർ ഡൈ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ക്വിറ്റ് ഇന്ത്യ ഉണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടാകാറുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ആർക്ക്? ബ്രിട്ടന് ആയിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ്.
രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി മാറി. ഇതിനായി സർ സ്റ്റഫോർഡ് ക്രിപ്സ് എന്തായി ഇന്ത്യയിലെത്തി. എന്നാൽ ഇന്ത്യയിലെ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റഫോർഡ് ക്രിപ്സ് എന്തായി പരാജയപ്പെട്ടു. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരത്തിന് തുടക്കമായി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് എന്താണ് ക്രിപ്സ് മിഷൻ? ഓക്കെ, അതറിയണമല്ലോ അല്ലെ? ക്രിപ്സ് മിഷൻ അറിയാതെ ഹിസ്റ്ററി നമുക്ക് തിരിയില്ല. ഓക്കെ, അതായത് 1942 മാർച്ചിലാണെന്ത്, ഇത് ഡേറ്റും ടൈമൊക്കെ ഓർത്ത് വെക്കുക. 1942 മാർച്ചിലാണത് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലോട്ട് വരാനുള്ള പരിപാടി നടത്തുന്നത്. ഓക്കെ, എന്താണ് അവരുടെ ലക്ഷ്യം? എന്താണ് ലക്ഷ്യം? അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ പ്രധാനമായിട്ടും ഒരുപാട് പ്രപ്പോസൽ വെക്കുക. പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, നിയമനിർമ്മാണ സഭയൊക്കെ എന്താക്കുക, അതൊന്ന് മാറ്റിപ്പണിയുക. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അവരെ പ്രധാന ഉദ്ദേശം. പിന്നെ ഡൊമീനിയൻ സ്റ്റാറ്റസ്, ഇന്ത്യക്കൊരു എന്താ പറയാ പരമാധികാര പദവി നൽകുക, ഇത്തരത്തിലുള്ളതൊക്കെയാണ്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കണമെന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ടാണ് ഇത് ക്രിപ്സ് മിഷൻ വന്നത് മാർച്ച് 1942. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്രിപ്സ് മിഷൻ, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, സ്റ്റഫോർഡ് ക്രിപ്സ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങോട്ട് എന്താകുന്നത്, വരുന്നത്. പക്ഷേ ഇതെന്തായി, ഇത് റിജക്റ്റ് ചെയ്ത്, ഈ ചർച്ച പരാജയമാണ്. ഓക്കെ, സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ വന്ന ചർച്ച എന്തായിരുന്നു, പരാജയമായിരുന്നു. മനസ്സിലായോ? ഓക്കെ, അത് ചർച്ച ചെയ്ത് ഇന്ത്യക്കാരെ അനുനയിപ്പിക്കുക, ഇതായിരുന്നു അതിന്റെ പ്രധാന ഉദ്ദേശം. പിന്നെ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് അതിനുള്ള ഒരു സപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് തേടുക, അതും എന്താണ് പ്രധാന ഒരു ഇതായിരുന്നു ലക്ഷ്യം. അതിന് പകരമായിട്ട് ഡൊമീനിയൻ സ്റ്റാറ്റസ് നൽകുക എന്നുള്ള, ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു പരമാധികാരിയെ നിങ്ങൾക്ക് നൽകാം എന്നുള്ള ഒരു പ്രപ്പോസലും വെച്ചു. പക്ഷെ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കൈമാറുക. ഓക്കെ, പദവി മാത്രമല്ല, കംപ്ലീറ്റ് ഇന്ത്യ തന്നെ കൈമാറുക എന്നുള്ള ഒരൊറ്റ സ്റ്റാൻഡിലായിരുന്നു നിന്നത്. അതാണ് പിന്നെ ഇതിനെ ഡു ഓർ ഡൈ കേട്ടോ, ഒന്നില്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇതാണ് ഗാന്ധിജി അന്ന് വെച്ച പ്രധാന മുദ്രാവാക്യം, ഡു ഓർ ഡൈ. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഈ ഒരു ഇതില്. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ, ഇനി മറ്റൊരു പേരാണ് ഇതിൻ്റെ ഇടയ്ക്ക് PSC ചോദിച്ചതാണ്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അത് ഈ ക്രിപ്സ് മിഷൻ പ്രപ്പോസലുമായി ബന്ധപ്പെട്ടതാണ്, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. റെഡി? അത് നോട്ട് ചെയ്യാം. വർഷം 1942 മാർച്ചിലാണ് സംഭവം. 1942. ഇനി നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നോക്കാം. എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നടക്കുന്ന വർഷം നമ്മുടെ 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണ് ദ ക്വിറ്റ് ഇന്ത്യ. ഇതാണ് ഡേറ്റ് കേട്ടോ. 42 ഓഗസ്റ്റ് 8-നാണെന്ത് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നത്. ഇതില് സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ആരൊക്കെ പങ്കെടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇത് നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒന്ന് വിദ്യാർത്ഥികളും യുവജനങ്ങളും. ഇത് PSC ചോദിക്കുകയാണ് ആരൊക്കെ പങ്കെടുത്തു, അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാം. വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളുമെല്ലാം ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് ഓഫീസ് അതുപോലെ ഇതൊക്കെ ആക്രമിക്കപ്പെട്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, ജയപ്രകാശ് നാരായണൻ, ഓക്കെ, റാം മനോഹർ ലോഹ്യ,
അരുണ ആസഫ് അലി, സുജേത കൃപലാനി തുടങ്ങിയവരൊക്കെ എന്തായി ഒളിവിൽ നിന്ന് ഈ സമരത്തെ നയിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒളിവിൽ നിന്ന് സമരം നയിച്ചവരാണ് ആര്? ഏ, ജയപ്രകാശ് നാരായണനും റാം മനോഹർ ലോഹിയും അതുപോലെ അരുണ ആസഫ് അലിയും സുജാത കൃപലാനിയൊക്കെ. അതുപോലെ ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചു. അപ്പോൾ രഹസ്യമായിട്ട് എന്തായി റേഡിയോ വഴി സംസാരിച്ചു. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഒരാളാണ് ആര്? മാഡം ബിക്കാജി കാമ കേട്ടോ. ഓക്കെ, അത് പഴയ ടെക്സ്റ്റിലുള്ള ക്വിറ്റ് ഇന്ത്യ സമരം. റെഡി? പിന്നെ സമരം പലയിടത്തും അക്രമത്തിലേക്ക് എത്തിയപ്പോഴും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായിരുന്നില്ല. ഇത് ഭയങ്കര അമ്പരപ്പുണ്ടാക്കിയ ആയിരിക്കും പിന്നെ സുഭാഷ് ചന്ദ്ര ബോസിനെ പോലത്തുള്ള ആളുകൾക്ക് കേട്ടോ. ഏഹ്? അങ്ങനെ അദ്ദേഹം 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. നിരാഹാര വ്രതം പൂർത്തിയാക്കി കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ കുറച്ച് പാരലൽ ഗവൺമെന്റ് ആ സമയത്ത് വന്നിരുന്നു ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്ന് ബല്ലിയ, യു പിയിലെ ബലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ. അപ്പൊ ഏത് സ്ഥലത്തായത്? കുറച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ബലിയ, യു പിയിലെ യു പിയിലെ ബലിയ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വം. സത്താര, മഹാരാഷ്ട്രയിലെ സത്താറയിലെ നാനാ പട്ടേലിന്റെ നേതൃത്വത്തിൽ നിലനിന്ന ഭരണകൂടം. ഓക്കെ, സത്താറ ജസ്റ്റ് ഓർത്ത് വെക്കുക. താംലുക്ക്, ബംഗാളിലെ താംലുക്കിൽ നിലയിൽ വന്ന ഭരണകൂടം 1 വർഷക്കാലം വരെ നീണ്ടുനിന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യം ദാരിദ്ര്യർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അപ്പൊ താംലുക്ക് ബംഗാള്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരം ആ കാലഘട്ടത്തിൽ നടന്നതാണ്. അതിനോടനുബന്ധിച്ച് നടന്ന ഓരോ നീക്കങ്ങളൊക്കെയാണ്. ഓരോ ഭരണകൂടങ്ങൾ, ഓരോ പാരലൽ ഗവൺമെന്റ് ഓരോ സ്ഥലത്ത് വരികയാണ് കേട്ടോ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം. ഒന്ന് സത്താര മഹാരാഷ്ട്ര, വലിയ യു പി ചിട്ടു പാണ്ഡെ നേതൃത്വം കൊടുത്തത്. മഹാരാഷ്ട്രയിൽ നാനാ പട്ടേൽ, ഏഹ്, ബംഗാളിലെ എന്തായി അതുപോലെ നിലയിൽ വന്നു. ഓക്കെ, താംലുക്കാണ്. എന്താണ് താംലുക്ക്? റെഡി? ജസ്റ്റ് ഓർത്ത് വെക്കുക. അങ്ങനെ ഡൽഹി ചലോ. 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ കൊടുത്തതാണ് ഇത്. ഓക്കെ, അദ്ദേഹം നിർമ്മിച്ചതാണെന്ത്? ഫോർവേഡ് ബ്ലോക്ക്. ഓക്കെ, അദ്ദേഹത്തിൻ്റെതാണ് ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു അസോസിയേഷൻ ആണെന്ത്? ഫോർവേഡ് ബ്ലോക്ക്. ഇന്ത്യൻ നാഷണൽ ആർമി, മോഹൻ സിംഗ് എന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഐ എൻ രൂപീകരിച്ചത് കേട്ടോ. അത് രൂപീകരിച്ച വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്, മോഹൻ സിംഗ്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് എന്തായി ഏറ്റെടുത്തു. റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ ഒരു വിഭാഗം പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ക്യാപ്റ്റനാണ് ഐ എൻ എയുടെ ആര്? ലക്ഷ്മി സൈഗാൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വയ്ക്കോ. കേണൽ പ്രേം സൈഗാൾ, കേണൽ GS ദില്ലൻ, ഷാനവാസ് ഖാൻ എന്നിവർ വിചാരണ ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു കേട്ടോ. അപ്പോൾ ഐ എൻ എയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവര് കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, ഐ എൻ എ ഭടന്മാർ. ഓക്കെ, കേണൽ പ്രേം സൈഗാൾ, ദില്ലൻ, ഷാനവാസ്. ഓക്കെ, ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്നൊരു പാംപ്ലെറ്റ്, അതായത് ലഘുലേഖകൾ എന്തായി പ്രചരിപ്പിക്കപ്പെട്ടു. ഏഹ് അപ്പൊ ഇത് ഐ എൻ എയുമായി ബന്ധപ്പെട്ടതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐ എൻ എ ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ചോദിക്കാട്ടോ. അങ്ങനെ ഷിംലയിൽ എന്താണ് പിന്നെ രണ്ടാം ലോകമായിട്ട് മൊത്തത്തിൽ മാറ്റി. പിന്നെ ആ സമയത്ത് വേവൽ പ്രഭു ആയിരുന്നു നേതാവ്. ഓക്കെ, അന്നത്തെ വൈസ്രോയി വേവൽ പ്രഭു. ഓക്കെ, അദ്ദേഹം ചർച്ച നടത്തി നേതാക്കളൊക്കെ ആയിട്ട്. അങ്ങനെ 1945 ഷിംല പാക്ട്, അതായത് ഒരു ഷിംലയിൽ വെച്ച് ഒരു യോഗം വിളിച്ചു. പക്ഷെ അതെന്തായില്ല, അത്ര സക്സസ് ആയിരുന്നില്ല. ഓക്കെ,
ഇത് കണ്ടോ, ക്യാബിനറ്റ് മിഷൻ. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ നിർമ്മിക്കുകയാണ് 1946 മാർച്ചിലാണ്. 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷൻ, സ്റ്റെഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, എ വി അലക്സാണ്ടർ, ഇവരായിരുന്നു അധികാര കൈമാറ്റം എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലോട്ട് നിയമിച്ച ഒരു മിഷൻ ആയിരുന്നു ഇത്, ക്യാബിനറ്റ് മിഷൻ. 1946 മാർച്ചിലാണ് സംഭവം. ഈ 3 അംഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇതാണ് ഇതിന്റെ ലക്ഷ്യം. റെഡി? ഓക്കെ. പിന്നെ അങ്ങനെ ഇന്ത്യ മൗണ്ട് ബാറ്റൻ പദ്ധതി, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തെ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നൊക്കെ പറയും. അത് ഏത് വർഷമാണ്? മൗണ്ട് ബാറ്റൻ പ്ലാന് ഏത് വർഷമായിരുന്നു? ഡേറ്റ് 1947 ജൂൺ 3. ഓക്കെ, വിഭജിക്കുക ഒക്കെ നടന്നത് അതിലാണ്. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പൊ ഇത്രയാണ് എന്ത് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഈ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ശരി, ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അത് അടുത്ത സെഷനിൽ നമുക്ക് പറയാം. ശരി, ഓക്കെ.